വഴിയടച്ച പൊതുയോഗത്തിൽ കോടതിയുടെ ചോദ്യങ്ങൾ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ് സമ്മേളനവേദി നിർമ്മിച്ച CPM നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംഭവത്തിൽ കോടതിയലക്ഷ്യ നടപടി അനിവാര്യമെന്ന് വ്യക്തമാക്കിയ കോടതി വഞ്ചിയൂർ CIയോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടി. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതി ഇന്ന് സൂചിപ്പിച്ചത്? CI നേരിട്ട് ഹാജരാകണം, DGP, സിറ്റി പോലീസ് കമ്മീഷണറൊക്കെ മറുപടി നൽകണം. ഇതിൽ CPMനെ കൂടി കക്ഷി ചേർത്തിട്ടുണ്ടോ കോടതി? നിലവിൽ MV ഗോവിന്ദനെ ഈ കേസിൽ കക്ഷി ചേർത്തിട്ടില്ല. നേരെ മറിച്ച് സംസ്ഥാന പോലീസ് മേധാവി, അതോടൊപ്പം തന്നെ നിലവിൽ SHO ഉൾപ്പെടെയുള്ളവരെയാണ് ഇതിൽ കക്ഷി ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്രകാരമാണ്. പൊതുജനങ്ങളുടെ യാത്രാവകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് റോഡ് തടഞ്ഞുള്ള പരിപാടി എന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതിയുടെ ഈ നടപടി വന്നിട്ടുള്ളത്. ഹൈക്കോടതി രൂക്ഷ വിമർശനം ആദ്യന്തം നടത്തുകയുണ്ടായി ഈ കേസിൽ. മാത്രമല്ല, ഹൈക്കോടതിയുടെ തന്നെ 2023 ഉത്തരവുകളുടെ ലംഘനമാണ് ഇത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്തായിരുന്നു അവിടുത്തെ പരിപാടി, ആരൊക്കെ ഇതിൽ പങ്കെടുത്തു എന്ന് ചോദിച്ച ഡിവിഷൻ ബെഞ്ച്, പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും പരിസരത്ത് തന്നെയല്ലേ ഇതൊക്കെ നടന്നത് എന്ന് ചോദിക്കുകയുമുണ്ടായി. വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നും എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പോലീസും സർക്കാരും കാണിക്കുന്ന അലംഭാവത്തെയും കോടതി വിമർശിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച സർക്കുലറുകൾ കോൾഡ് സ്റ്റോറേജിലാണോ വെച്ചിട്ടുള്ളത്? ഇതായിരുന്നു കോടതി ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും വ്യാഴാഴ്ച വിശദീകരണം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അത് വഞ്ചിയൂരത്തെയാണ്, അദ്ദേഹം മതിയായ രേഖകൾ സഹിതം ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശമുണ്ട്. അതായത് വഴി തടഞ്ഞുള്ള പരിപാടികൾ, അത്തരം മീറ്റിങ്ങുകൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് കോടതി പറയുന്നു. പനമ്പള്ളി നഗറിൽ CPIMന്റെ സമ്മേളനം നടന്നതിന് വിമർശനമുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെതാണെന്ന് തോന്നുന്നു ഒരു പരിപാടി, അത് കോർപ്പറേഷന് മുന്നിൽ നടന്നു, ഫുട്പാത്ത് തടഞ്ഞുകൊണ്ട് അവിടെ കസേരയിട്ടിട്ട്, അതിനെതിരെയും അതിരൂക്ഷ വിമർശനം കോടതിയിൽ നിന്നും ഇന്ന് വരികയുണ്ടായി. ഇത്തരം സമ്മേളനങ്ങൾക്ക് എങ്ങനെ വൈദ്യുതി കിട്ടുന്നു എന്നതാണ് കോടതി മറ്റൊരു ചോദ്യമായി ഉന്നയിച്ചത്. അപ്പോൾ ഇവരുടെ ഇലക്ട്രിസിറ്റി കണക്ഷന്റെ കാര്യത്തിലൊക്കെ എങ്ങനെ ഈ സൗകര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് കൂടി ഇന്ന് കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, കൊച്ചിയിലെ UDFന്റെ ഒരു പ്രതിഷേധം, പനമ്പള്ളി നഗറിലെ CPMന്റെ സമ്മേളനം, അതൊക്കെ ചേർത്ത് വിശദമായി കോടതി അത് പരിഗണിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. വ്യാഴാഴ്ചയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വാദം ഇനി ഹൈക്കോടതിയിൽ നടക്കുക. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.